ഞാൻ ദിലീപ് കുമാർ. ഈ വരുന്ന നവംബറിൽ എനിക്ക് പുനർജന്മം ലഭിച്ചിട്ട് 1 വർഷം പൂർത്തിയാകും. അതിന് കാരണക്കാരായ ദൈവത്തോടും ദൈവത്തിൻ്റെ കരങ്ങളായി പ്രവർത്തിച്ച സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീ ഗിരീഷിനോടും ജി ആശുപത്രി അധികൃതരോടും പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കടുത്ത പ്രമേഹ രോഗി കൂടിയായിരുന്ന ഞാൻ 2024 നവംബർ 22-ന് പുലർച്ചെയുണ്ടായ ഹൃദയാഘാതം തിരിച്ചറിഞ്ഞിരുന്നില്ല. ഉച്ചയോടെ ഓഫീസിലിരിക്കെ വീണ്ടും ഗ്യാസ്ട്രിക് അസ്വസ്ഥത തോന്നിയ ഞാൻ ഭാര്യയുടെ ഉപദേശപ്രകാരം ജി ആശുപത്രിയിലെത്തി. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ടോക്കൺ എടുത്തിരിക്കുകയാണ്. കടുത്ത വേദന ആരംഭിച്ചതും ശ്വാസം എടുക്കാൻ കഴിയാതെ വന്നതും ഉടൻ തന്നെ നഴ്സുമാർ എന്നെ വീൽ ചെയറിൽ കാഷ്വാലിറ്റിയിൽ എത്തിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തിയ ഡോക്ടർ ഗിരീഷ് എന്നെ പരിശോധിക്കുകയും മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് കണ്ടെത്തി അടിയന്തര ആൻജിയോഗ്രാമിനും തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനാക്കി ജീവൻ തിരിച്ചു പിടിക്കുകയായിരുന്നു. 3 മേജർ ബ്ലോക്കുകളാണ് എനിക്കുണ്ടായിരുന്നത്. അതിലൊരെണ്ണം കൃത്യമായി സ്റ്റെൻറ്റിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രക്തക്കുഴലുകൾ വളരെ നേർത്തു പോയതിനാൽ മറ്റ് 2 എണ്ണം രക്തസഞ്ചാരത്തിനായി സജ്ജമാക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. അത് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു. ആൻജിയോപ്ലാസ്റ്റിയുടെ വീഡിയോ സഹിതം എനിക്കും കുടുംബത്തിനും അദ്ദേഹം വിശദീകരിച്ചു തന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം എന്തൊക്കെ പ്രൊസീജിയറുകളാണ് ചെയ്യേണ്ടി വന്നത്, ഇനി തുടർന്നുള്ള ജീവിതചര്യ എന്തായിരിക്കണം എന്നതുൾപ്പെടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ എന്നെ സജ്ജനാക്കിയിട്ടാണ് അദ്ദേഹം മടക്കി വിട്ടത്. തൻ്റെ മുന്നിലെത്തുന്ന രോഗിയുടെ ജീവൻ തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഡോക്ടർ ഗിരീഷും ടീമും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. പിന്നീട് ഓരോ തവണയും പരിശോധനയ്ക്കായി എത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വരുന്ന രോഗിക്കും കുടുംബത്തിനും ഉണ്ടാക്കുന്ന ആശ്വാസം ചില്ലറയല്ല. പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് ആശ്രയിക്കാൻ ജി ആശുപത്രിയും ഡോക്ടർ ഗിരീഷും അവിടെ ഉള്ളപ്പോൾ നമ്മളൊന്നും പേടിക്കേണ്ട. ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെയുണ്ട്. നന്ദി.